ഒന്ന് ഇടപെടുകയാണ്. നമുക്കിപ്പം ശ്രീ MA ബേബി ചേരുകയാണ്. അദ്ദേഹം ദില്ലിയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. ശ്രീ MA ബേബി മാർക്സിസ്റ്റ് സൈദ്ധാന്തകൻ, സംഘാടകൻ, ജനകീയ മുഖം, മികച്ച പാർലമെന്റേറിയൻ, വിശേഷണങ്ങൾ അനവധിയാണ്. സീതാറാം യെച്ചൂരി എന്നുള്ള ഒറ്റ പേരിലേക്ക് എടുത്തു വെക്കാവുന്ന തിളക്കമുള്ള ഒരുപാട് വിശേഷണങ്ങൾക്ക് ഉടമയായ ഒരു വ്യക്തിത്വയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമാകുന്നത്. അങ്ങേക്ക് ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ എന്ന് വേണമല്ലോ കരുതാൻ. എങ്ങനെയാണ് അങ്ങ് അദ്ദേഹത്തിന്റെ വിയോഗ വേളയിൽ അദ്ദേഹവുമായുള്ള ആത്മബന്ധത്തെ ഓർത്തെടുക്കുന്നത്? ഒരു 4.5 പതിറ്റാണ്ടിലധികം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് ബീഹാറിലെ പാറ്റ്നയിൽ വെച്ച് 1979 നടന്ന സമ്മേളനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഉത്തരവാദിത്തത്തിലേക്ക് വരികയാണ്. അതിനുശേഷം ഒരുപാട് സന്ദർഭങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചത്, ഒരുമിച്ച് സമരം ചെയ്തത് ഓർമ്മയുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് അതിനെതിരായ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോകേണ്ടി വന്നവരാണ് ഞങ്ങളല്ല ആ തലമുറയിലെ നേതാക്കന്മാർ. ഇപ്പോൾ ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കാൻ, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു സമരത്തിന്റെ സമര നായകന്മാരിലൊരാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തികച്ചും അവിചാരിതമായി അസമയത്ത് സഖാവ് സീതാറാം നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. CPIഎമ്മിന് അത് വലിയൊരു നഷ്ടമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നഷ്ടമാണ്, മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുന്ന ഇന്ത്യൻ ജനതയ്ക്ക് അത് വലിയൊരു നഷ്ടമാണ്. ഫാസിസ്റ്റിക്കായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ശക്തികൾ മഹാത്മാഗാന്ധിയുടെ വധത്തിന് നേതൃത്വം കൊടുത്തവരുടെ പിന്മുറക്കാർ രാഷ്ട്രീയ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പോലുള്ളൊരു സാഹചര്യം, ഇതൊക്കെ രാജ്യത്ത് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഇന്ത്യ എന്ന ആശയത്തിന് നേരെ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിലെല്ലാം വളരെ സജീവമായി ഇടപെട്ട് സഖാവ് സീതാറാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ വിപുലമായൊരു സമര മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ വ്യക്തിപരമായി വലിയ ഇടപെടലുകളും സംഭാവനകളും നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം വിട്ടുപിരിഞ്ഞത്. ഞങ്ങളുടെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ തയ്യാറെടുപ്പുകൾക്കിടയിലാണ് സഖാവ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് ഇത് വലിയൊരു നഷ്ടമാണ്, പുരോഗമന ജനാധിപത്യ ശക്തികൾക്കും ഇത് വലിയൊരു നഷ്ടമാണ്. ശ്രീ MA ബേബി, ഹർകിഷൻ സിംഗ് സുർജിത്ത് ജനറൽ സെക്രട്ടറി ആകുന്ന വേളയിൽ അപ്പോൾ മുതൽ സീതാറാം യെച്ചൂരി ഒപ്പം പ്രകാശ് കാരാട്ട് ഇവരെയും സുർജിത്തിനെയും ഒക്കെ ഒരേ സമയം കണ്ട് വന്ന ഒരു ദില്ലി കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടം പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായി പ്രവർത്തിക്കുന്ന ഇരുവരെയും നമ്മൾ കാണുന്നു. പ്രകാശ് കാരാട്ട് ആദ്യം ജനറൽ സെക്രട്ടറി ആകുന്നു, പിന്നാലെ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആകുന്നു. ഇതിൽ സീതാറാം യെച്ചൂരിക്ക് പാർട്ടിക്കുള്ളിലും പുറത്തും കിട്ടുന്ന ഒരു സ്വീകാര്യത അത് അങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെയുള്ള സൗഹൃദം സൂക്ഷിക്കാൻ എക്കാലവും സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞിരുന്നു. അതായത് സമഭാവനയോടെ എല്ലാവരോടും പെരുമാറുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന, വളച്ചുകെട്ടില്ലാത്ത നേരെയുള്ള സംസാരമുള്ള, കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയും അടയാളപ്പെടുത്തില്ലേ പാർട്ടിക്ക് പുറമേയുള്ളവർ സീതാറാം യെച്ചൂരിയെ? വളരെ വിസ്തൃതമായ സൗഹൃദം രൂപപ്പെടുത്താനും കാത്തുസൂക്ഷിക്കാനും സഖാവ് സീതാറാമിന് പ്രത്യേകിച്ചൊരു പ്രാവീണ്യമുണ്ടായിരുന്നു. സഖാവ് സുർജിത്തിനും പഴയ തലമുറയിലെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ സഖാവ് സുർജിത്തിന് ഈ രാഷ്ട്രീയ അടവ് സമീപനങ്ങൾ നടപ്പാക്കുന്നതിന് മറ്റ് പാർട്ടികളിലുള്ളവരൊക്കെ ആയിട്ട് വ്യക്തിബന്ധങ്ങൾ കൂടി വേണമല്ലോ. അപ്പൊ അതിൽ വലിയൊരു മാതൃകയായിരുന്നു സഖാവ് സുർജിത്ത്. അതിൽ സഖാവ് സുർജിത്തിന്റെ മാതൃകയാണ് കൂടുതൽ സഖാവ് സീതാറാം പിന്തുടരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങളുടെ ആ നിരീക്ഷണത്തിനകത്ത് വസ്തുതകളുണ്ട് ഒരു പരിധിവരെ. വളരെ നന്ദി ശ്രീ MA ബേബി പ്രതികരിച്ചതിന്. അങ്ങ് ദില്ലിയിലേക്കുള്ള യാത്രയിലാണെന്ന് ഞാൻ കരുതുന്നു. എയർപോർട്ടിലേക്ക് പോവുകയാണ് എന്നതാണ് എനിക്ക് കിട്ടിയ വിവരം. ദില്ലിയിലേക്ക് എപ്പോഴായിരിക്കും ഇവിടെ നിന്നുള്ള നേതാക്കൾ എല്ലാവരും പോവുക? MA ബേബിയിലേക്ക് നമുക്ക് തിരികെ എത്താം. അദ്ദേഹം ദില്ലിയിലേക്കുള്ള യാത്രയിലാണ് എന്ന് വേണം കരുതാൻ.